വചനശുശ്രൂഷ ചെയ്യുന്നത് ഇന്ന് നമ്മുടെ മധ്യേ വചനശുശ്രൂഷ ചെയ്യുന്നത് താളിക്കോട് സഭയുടെ സുവിശേഷനായ മോൻസൺ ഐസക്കാണ്. സോരനാണ് ഇപ്പോൾ വചനശുശ്രൂഷ ചെയ്യുന്നത്. പ്രിയ സോരനെ അതിനായിട്ട് ക്ഷണിച്ചോളൂ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ഈ ദിവസം നാം കാത്തിരുന്നതാണ്. പ്രിയ ജൻസിയുടെയും ഡേവിസിൻ്റെയും വിവാഹാലോചനയുമായിട്ട് ഡേവിസും ഡേവിസിൻ്റെ പിതാവും മാതാവും ബ്രദറും ഒക്കെ KM ജോയ്സോൻ്റെ ഭവനത്തിൽ വരുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. അന്ന് മുതൽ പ്രിയ ഡേവിസിൻ്റെ പിതാവുമായിട്ട് വളരെ അടുത്ത ക്രിസ്തീയ സ്നേഹബന്ധത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജൻസി താളിക്കോട് ഇമ്മാനുവേൽ ബ്രദറൻ സഭാംഗമായതുകൊണ്ട് ജൻസിയെക്കുറിച്ച് ഞങ്ങളുടെ ഓർമ്മകൾ ഒരു മിനിറ്റിലൊന്ന് പറഞ്ഞ് ശുശ്രൂഷ തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഡാളസിലുള്ള അവരുടെ സഭയിലെ എൽഡറായിരിക്കുന്ന ദൈവദാസനാണ് ഇപ്പോൾ പ്രാർത്ഥിച്ചത്. അദ്ദേഹവും ഇപ്പോൾ ജൻസിയുടെ ആത്മീക പിതാവാണ്. എന്നാൽ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ജൻസി താളിക്കോട് ഇമ്മാനുവേൽ ബ്രദറൻ സഭയിലായിരുന്നു. ജൻസിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഓർക്കാനുള്ളത്, ജൻസിയുടെ അത്ര വാക്യങ്ങൾ കാണാതെ പറയാൻ സാധിക്കുന്നവർ ഇവിടെ വളരെ ചുരുക്കമായിരിക്കും. മെമ്മറി വേർഡ്സ്, തിരുവചനങ്ങൾ കാണാതെ പഠിച്ച് പറഞ്ഞ് സമ്മാനം മേടിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ജൻസി എന്ന് പറയുന്നത്. മാത്രമല്ല SSLC പരീക്ഷയിലും പിന്നീട് എൻജിനീയറിങ്ങിലും ഒക്കെ ഉന്നതമായ വിജയമാണ് നേടിയത്. അങ്ങനെ വളരെ ആക്റ്റീവായ, വളരെ നന്നായുള്ള ഒരു ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു മകളാണ് പ്രിയ ജൻസി. അതോടൊപ്പം ദൈവഭയമുള്ള ഒരു മകളാണ്. ഡേവിസിനെ കുറിച്ച് മനസ്സിലാക്കുന്നിടത്തോളം വളരെ ശാന്തനായ ഒരു യുവാവാണ്. ഞാൻ അധികം പറയുന്നില്ല, എനിക്ക് വലിയ പരിചയമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്തായാലും പ്രിയ ഡേവിസിൻ്റെ കുടുംബം അനുഗ്രഹീതമായൊരു കുടുംബമാണ്. അവരുടെ രണ്ടുപേരുടെയും വിവാഹ നിശ്ചയമായ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടെയാണ് സഭയായും വ്യക്തികളായും നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിനോട് ബന്ധപ്പെട്ട് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം, അല്ലെങ്കിൽ ആ അധ്യായം തന്നെയാണ് നമ്മുടെ പ്രമേയ വിഷയവും. പ്രസംഗത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൽ വേരൂന്നി വളരേണ്ട 2 വൃക്ഷങ്ങൾ എന്നുള്ളതാണ്. കുടുംബജീവിതത്തിൽ വേരൂന്നി വളരേണ്ട 2 വൃക്ഷങ്ങൾ. ഒരു വിവാഹ നിശ്ചയത്തിൻ്റെ സമയത്ത് വൃക്ഷങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഉചിതമായിരിക്കുമോ എന്ന് ചിലരെങ്കിലും സംശയിച്ചേക്കാം. എന്നാൽ പശ്ചാത്തലത്തിൽ നിന്ന് ഇപ്പോഴത്തെ വിവാഹ നിശ്ചയ ശുശ്രൂഷയാണ് നടക്കുന്നത് എന്ന ബോധ്യത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെയാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കുടുംബജീവിതത്തിൽ വേരൂന്നി വളരേണ്ട 2 വൃക്ഷങ്ങൾ. തലക്കെട്ട് ശ്രദ്ധിച്ചല്ലോ രണ്ടുപേരും. അവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കുന്നത്. കുടുംബജീവിതത്തിൽ വേരൂന്നി വളരേണ്ട 2 വൃക്ഷങ്ങൾ. ഒരു വൃക്ഷം 18-ാം അധ്യായം, ഉൽപ്പത്തി 18-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്ന പ്രകാരം, അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ, വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പിൻ, വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പിൻ. അതിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്നു അവരുടെ മുമ്പിൽ വെച്ചു, അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു, അവർ ഭക്ഷണം കഴിച്ചു. ഈ സംഭവം നടക്കുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദീർഘമായ നാളുകൾ അബ്രഹാം ചെലവഴിച്ച സ്ഥലമാണ് മമ്രയുടെ തോപ്പ് എന്നറിയപ്പെടുന്ന സ്ഥലം.
മമ്ര എന്നൊരു വ്യക്തിയും അബ്രഹാമിൻ്റെ കൂടെ യുദ്ധത്തിന് പോകുവാനും ഒക്കെ ഉണ്ടായിരുന്നു. ആരുടെ തോപ്പിൽ താമസിക്കുന്നുവോ അദ്ദേഹം അബ്രഹാമിൻ്റെ അടുത്ത സുഹൃത്തും കൂടെയായിരുന്നു. മമ്രയുടെ തോപ്പിൽ താമസിക്കവേ തൻ്റെ കൂടാരമുറ്റത്ത് നിന്നിരുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ചാണ് നാം അവിടെ വായിക്കുന്നത്. മമ്രയുടെ തോപ്പിലെ വിരുന്നു വൃക്ഷം എന്ന് പേരിടാവുന്ന ഒരു വൃക്ഷമാണ് ആ വൃക്ഷം. മമ്രയുടെ തോപ്പിലെ വിരുന്നു വൃക്ഷം. അവിടെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. ദ ഹീറ്റ് ഓഫ് ദ ഡേ എന്ന് നാം അവിടെ വായിക്കുന്നു. നല്ല ഉച്ച സമയത്ത് നല്ല ചൂടുള്ളപ്പോൾ, നല്ല വെയിലുള്ളപ്പോൾ ആണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. കൂടാരമുറ്റത്തുള്ള ഈ വൃക്ഷം ഒരു വിരുന്നു വൃക്ഷമാണ്, തണലേകുന്ന വൃക്ഷമാണ്. വൃക്ഷത്തിന് തണലുണ്ട്, സാന്ത്വനം നൽകുന്ന വൃക്ഷമാണ്. ഈ വിരുന്നിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വിരുന്നു വൃക്ഷത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, അതൊരു സംയുക്ത സംരംഭമായിട്ടിരിക്കുകയാണ്. നമുക്കറിയാം അവിടെ നടക്കുന്ന സംഭവങ്ങൾ. 3 പുരുഷന്മാർക്ക് ഭക്ഷണമൊരുക്കുന്നത് ഒരു കാളക്കുട്ടിയെ കൊന്നാണ്. അബ്രഹാം ഭാര്യയുടെ അടുത്ത് ചെന്ന് പറയുന്നത്, നീ 3 ഇടങ്ങഴി മാവ് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്നാണ്. അപ്പമുണ്ടാക്കിയത് സാറയും ഇറച്ചിക്കറി ഉണ്ടാക്കിയത് അബ്രഹാമുമാണ്, ബാല്യക്കാരൻ്റെ സഹായത്തോടു കൂടെ. ആ വേദഭാഗം വായിക്കുന്നവർക്കറിയാം. അവരുടെ തൊഴുത്തിൽ നിന്നിരുന്ന പശുവിൻ്റെ പാലെടുത്ത് വെണ്ണയും പാലും, പാലിൻ്റെ ഒരു വകഭേദമാണല്ലോ വെണ്ണ എന്ന് പറയുന്നത്, ഈ അതിഥികളുടെ മുന്നിൽ അവർ കൊണ്ടുവച്ചു. അപ്പോൾ ആ വിരുന്ന്, അവരുടെ കൂടാര ജീവിതം തന്നെ ഒരു വിരുന്നിൻ്റെ അനുഭവമാണ്. അപ്പവും ഇറച്ചിയും തമ്മിലുള്ള കോമ്പിനേഷൻ, അപ്പവും ഇറച്ചി എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. അബ്രഹാമിൻ്റെ കൂടാര ജീവിതത്തിൽ തന്നെ അന്നു മുതലേ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അനുഗ്രഹീത ഭക്ഷണമാണ് അപ്പവും ഇറച്ചി. എവിടെ കിട്ടിയാലും മോശമാക്കണ്ട, നന്നായി കഴിച്ചോളൂ. ഈ അപ്പവും ഇറച്ചിയും അതിൻ്റെ രുചിയോളവും അതിൻ്റെ സ്വാദിനോളവും അതിൻ്റെ കോമ്പിനേഷനോളവും അതിനപ്പുറത്തും രുചിയുള്ളതും കെട്ടുറപ്പുള്ളതുമായിരുന്നു അവരുടെ കുടുംബജീവിതവും. അതുകൊണ്ടാണ് രുചിയുള്ള, സ്വാദുള്ള, മേത്തരമായ ഭക്ഷണം അവിടെ ഒരുക്കപ്പെട്ടത്. അപ്രതീക്ഷിതമായി വരുന്ന അതിഥികൾ, മുന്നറിവില്ലാതെ വരുന്ന അതിഥികൾ, അവരെ ഒരു വൃക്ഷത്തണലിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുത്തി ദൈവമാണെന്നോ ദൈവദൂതരാണെന്നോ അറിയാതെ അതിഥി സൽക്കാരം ഒരുമിച്ച് ചെയ്യുന്ന, ഒരുമിച്ച് അധ്വാനിക്കുന്ന, ഒരുമിച്ച് മനുഷ്യർക്ക് ആശ്വാസം പകരുന്ന കുടുംബം, ആ അനുഗ്രഹീതമായ ഒരു വൃക്ഷം അവിടെ നാം കാണുന്ന പ്രകാരം മമ്രയുടെ തോപ്പിലെ ആ വിരുന്നു വൃക്ഷം, അങ്ങനെയൊരു വൃക്ഷം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. കേവലം ഭക്ഷണം നൽകുക എന്നുള്ളതിൽ കവിഞ്ഞ് ചില കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. ഈ വൃക്ഷത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സാറയെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നത്, സാറ അധികം അവിടെ സംസാരിക്കുന്നില്ല. അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു, അല്പസമയത്തിനുള്ളിൽ അപ്പം അവിടെ വന്നു. കൂടാരത്തിൻ്റെ മുഖത്ത് അബ്രഹാമാണ് ഇരിക്കുന്നത്. 19-ാം അധ്യായത്തിൽ ലോത്തിൻ്റെ ഇരിപ്പ് നാം വായിക്കുന്നുണ്ട്, അത് പട്ടണവാതിൽക്കലാണ്. ദൈവഭക്തനായ അബ്രഹാം ഇരിക്കുന്നത് കൂടാരവാതിൽക്കലാണ്. ആ 2 ഇരിപ്പുകൾക്ക് വ്യത്യാസമുണ്ട്. ലോത്ത് എന്തുകൊണ്ടാണ് പട്ടണവാതിലിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ പോയിരിക്കാൻ തുനിയുന്നത്? വീട്ടിൽ സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ, വീട്ടിൽ ഐക്യതയും ഒരുമയുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ പുരുഷന്മാർക്ക് വീട്ടിലിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. എല്ലാ ഭാര്യമാരും സഹോദരിമാരും പ്രത്യേകിച്ച് ജെൻസിയുമൊക്കെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സദൃശവാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ശണ്ട കൂടുന്ന ഒരു സ്ത്രീയോടുകൂടെ ഒരു പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിലെങ്ങാനും പോയിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നാം വായിക്കുന്നുണ്ട് സദൃശവാക്യത്തിൽ തന്നെ, പെരുമഴയുള്ള ദിവസത്തിൽ ഇടവിടാത്ത ചോർച്ചയും കലഹക്കാരത്തിയായ സ്ത്രീയും ഒരുപോലെയാണ്. ചോരുന്നൊരു വീട്ടിൽ താമസിക്കുന്ന പ്രതീതിയാണ് ഭർത്താവിന് കീഴ്പ്പെടാത്ത, ഭർത്താവിനോട് വഴക്കുണ്ടാക്കുന്ന, ഭർത്താവിനോട് കലഹമുണ്ടാക്കുന്ന ഒരു സ്ത്രീയുടെ കൂടെ പാർക്കുക എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സാറ ആ മമ്രയുടെ തോപ്പിലെ വിരുന്നു വൃക്ഷത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവിടെ കേവലം വിരുന്നു മാത്രമല്ല ഉള്ളത്, അവിടെ ഐക്യതയുണ്ട്, അവിടെ ഒരുമയുണ്ട്,
ഒരുമിച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള അധ്വാനമുണ്ട്, അതിലെല്ലാമുണ്ട്. അവിടെ വിധേയത്വമുണ്ട്. പിന്നീട് നാം വായിക്കുന്നുണ്ട്, സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചാണ് അനുസരിച്ച് വന്നിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഏറെക്കുറെ 75 വയസ്സിന് മുമ്പ് മെസപ്പൊത്തോമിയ എന്ന സാംസ്കാരിക ഈറ്റില്ലത്തിൽ നിന്ന്, കൽദയ പട്ടണമായ ഊരിൽ നിന്ന് അഥവാ മെസപ്പൊത്തോമിയയിൽ നിന്ന് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന ദൈവത്തിൻ്റെ ഒരു വിളി അബ്രഹാമിനുണ്ടായപ്പോൾ അന്ന് മുതൽ അത് താമസിച്ചിരുന്ന വീട്ടിൻ്റെ സ്വസ്ഥതയിൽ നിന്നും തൻ്റെ ദേശത്തു നിന്നും തൻ്റെ ചാർച്ചക്കാരുടെ അടുക്കൽ നിന്നും ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട ഒരു സ്ത്രീയാണ് അവർ, സാറ എന്ന് പറയുന്നത്. ഒരു വേർപാടിൻ്റെ വിളി അനുസരിച്ചാണ് അവർ യാത്ര ചെയ്യുന്നത്. അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, വേർപെട്ട സത്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നു. ഈ ദേശത്തിൻ്റെ പ്രഭുവാണ് അബ്രഹാം എന്ന് പറയുന്നിടത്ത് ദേശത്ത് അവർ ഐഡന്റിറ്റി സൂക്ഷിക്കുന്നു. ഒരു സ്ഥലത്ത് അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നത് എബ്രായനായ അബ്രാം എന്നാണ്. എബ്രായനായ അബ്രാം, വാക്കുകൾ ഞാൻ എടുക്കാത്തത് സമയം ലാഭിക്കാൻ വേണ്ടിയാ. ഐഡന്റിറ്റി സൂക്ഷിക്കുന്ന ഒരു കുടുംബമാണത്. ഇന്ന് ഐഡന്റിറ്റിയും അടയാളങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടയാളങ്ങൾ, ദൈവമക്കളുടെ കുടുംബങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അടയാളങ്ങൾ. സംഖ്യാപുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരു കുഞ്ഞാടിനെ രാവിലെയും ഒരു കുഞ്ഞാടിനെ വൈകിട്ടും അർപ്പിക്കണം. യാഗങ്ങൾ രാവിലെയും വൈകിട്ടും നടക്കണം. കുടുംബ പ്രാർത്ഥനകൾ. ഇന്ന് കുടുംബ പ്രാർത്ഥനകൾ നമ്മുടെ ദൈവജനത്തിൻ്റെ വീടുകളിൽ, ഓരോരുത്തരുടെ വീടുകളിൽ പരിശോധിച്ചാൽ ഈ നിലയിൽ ഉണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കണം. ഒരുമിച്ച് മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ ദിവസത്തിൻ്റെ തുടക്കത്തിലും അതിൻ്റെ രാത്രിയിലും സാധിക്കുന്നില്ലെങ്കിൽ ഒരു അടയാള നഷ്ടം സംഭവിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട അടയാളങ്ങളെ തിരിച്ചു പിടിക്കാത്തിടത്തോളം കാലം നമുക്ക് ഐഡന്റിറ്റി സൂക്ഷിക്കാനാവുകയില്ല. എബ്രായനായ അബ്രാം എന്നാണ് നമ്മൾ അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നത്. തൻ്റെ ജാതിയെ അല്ലെങ്കിൽ തൻ്റെ ഐഡന്റിറ്റിയെ, തൻ്റെ മതത്തെ, യഹൂദൻ എന്നുള്ള തൻ്റെ പേരിനെ അന്വർത്ഥമാക്കും വിധം മമ്രയുടെ തോപ്പിൽ ഒരു വിരുന്ന് വൃക്ഷം നട്ട് അതിൻ്റെ സമീപത്തുള്ള കൂടാരത്തിൽ താമസിക്കുന്ന അബ്രഹാമും സാറയും ഒരു അനുഗ്രഹീത പ്രതീകമത്രേ. ക്രിസ്തീയ കുടുംബത്തിൻ്റെ അനുഗ്രഹീത പ്രതീകമത്രേ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, ചിലർ പറയാറുണ്ട് വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നത്. ഒരു ചിന്തകൻ പറഞ്ഞു, വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നത് എന്ന് വിവാഹം കഴിയാത്തവർ പറയുന്ന കാര്യമാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വിവാഹം സ്വർഗത്തിലല്ല നടക്കുന്നത്. ഒരു വിവാഹം നടക്കുന്നുണ്ട്, സഭയുടെയും കർത്താവിൻ്റെയും. ആ കാര്യമല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യരുടെ വിവാഹം, ചിലരിപ്പോൾ എയ്റോപ്ലെയിനിലൊക്കെ വിമാനം നടത്താൻ ഒക്കെ തുനിയുന്നുണ്ട്. സാധാരണയായിട്ട് വിവാഹങ്ങൾ ഭൂമിയിലാണ് നടക്കുന്നത്. അബ്രഹാമിൻ്റെ ജീവിതം ഇത്ര സുഗമമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് പ്രയാസങ്ങളില്ലെന്നാണോ? പ്രയാസങ്ങളുണ്ട്, പ്രയാസങ്ങളേ ഉള്ളൂ. നമുക്കറിയാം ഫറവോൻ്റെ അടുക്കൽ ചെന്നിട്ടുണ്ടായ പ്രതിസന്ധി. ഇസാക്കിൻ്റെ മച്ചിയായിരുന്നു സാറ. ജീവിതത്തിൽ വലിയ ഒരു വിഷമം വഹിച്ചുകൊണ്ട് എത്രയോ നാളുകൾ അവർ ജീവിച്ചു. പിന്നീട് ഹാഗാറിലൂടെ ഇസ്മായേൽ ജനിച്ചു. ആ വിഷയം വലിയൊരു വിഷയമായിരുന്നു. അങ്ങനെ എന്തുമാത്രം വലിയ പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുമ്പോഴൊക്കെയും അവർ ദൈവത്തിൻ്റെ വചനത്തെ സൂക്ഷിച്ചു എന്ന് നമുക്ക് കാണാനാകുന്നുണ്ട്. അപ്പോൾ കൂടാരത്തിൻ്റെ മുഖം അബ്രഹാമായിരുന്നു. ലോത്തിനെ സംബന്ധിച്ചിടത്തോളം പട്ടണവാതിൽക്കൽ പോയിരിക്കേണ്ടി വന്നത്. ആ ദേശത്തിലെ സോതോമിലെ പുരുഷന്മാർ വളഞ്ഞപ്പോൾ ലോത്ത് പറഞ്ഞത്, ഈ എൻ്റെ 2 പെൺമക്കളുണ്ട്, അവരെ നിങ്ങൾക്ക് തരാൻ, ബോധിച്ചതുപോലെ ചെയ്യാൻ പറയുന്ന ഒരപ്പനും സോതോമിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ എപ്പോഴും ഒരു വെമ്പലുള്ള അമ്മയും അപ്പനാൽ പോലും ഗർഭം ധരിക്കപ്പെടുവാൻ തക്കവണ്ണം അധമവികാരങ്ങളുള്ള 2 പെൺമക്കളുമുള്ളൊരു കുടുംബത്തിൽ എങ്ങനെ സമാധാനമുണ്ടാകും? എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നോക്കൂ. അദ്ദേഹം തൻ്റെ കൂടാരവാതിൽക്കൽ കൂടാരത്തിൻ്റെ മുഖമായി, കുടുംബത്തിൻ്റെ തലയായി, സ്ത്രീയുടെ തലയായി അദ്ദേഹം ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുവാൻ സാറ അദ്ദേഹത്തെ അനുവദിക്കുന്നു, അബ്രഹാമിന് വിധേയപ്പെടുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളാകും. ഈ വിരുന്നു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ദൂതന്മാർ പോയതിനു ശേഷം 18-ാം അധ്യായം 9-ാം വാക്യത്തിലാണ് ആ സംഭവങ്ങളൊക്കെ അവസാനിക്കുന്നത്. അതിനുശേഷത്തെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അബ്രഹാമിന് വാഗ്ദത്തം ലഭിക്കുന്നതാണ്. ഇത്രയും ഒരുമയോടുകൂടെ നിന്ന ആ കുടുംബം, ആ ദൂതന്മാർ പോകുമ്പോൾ അവർക്ക് വാഗ്ദത്തം നൽകി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ജൻസിയും
ഡേവിസും നിങ്ങൾ ഒരുമിച്ച് ഐക്യതയോടുകൂടെ വിധേയത്വത്തോടുകൂടെ ജൻസിയും അതുപോലെ തന്നെ കുടുംബത്തിന്റെ തലയായി ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ഡേവിസും നിന്നാൽ വാഗ്ദത്തങ്ങൾ നിങ്ങളുടേതാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ പെയ്യും എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. മമ്രയുടെ തോപ്പിലെ വിരുന്നു വൃക്ഷം, ആ വിരുന്നവിടെ ഒരുങ്ങിയത് ആ അപ്പവുമിറച്ചിയുടെ രുചിയേക്കാൾ അനുഗ്രഹീതമായ കോമ്പിനേഷൻ ഉള്ള ഒരു ഭാര്യയും ഭർത്താവും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഡേവിസ് ഫുട്ബോളിലൊക്കെ വലിയ ഉന്നത പഠനം നടത്തിയിട്ടുള്ള ആളാണ്. ഫുട്ബോൾ കളി, ഫിഫ വേൾഡ് കപ്പ്, ഇതിലൊക്കെ വിദേശ രാജ്യത്ത് വരെ പോയിട്ട് അതിൻ്റെ ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളാണ്. ഫുട്ബോളിൻ്റെ ഒരു ഭാഷയുണ്ട്, നല്ല രണ്ട് പേര് ചേർന്ന് കൂടി ഗോളടിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യം നേടുന്നതിനെ മികച്ച കൂട്ടുകെട്ട് എന്നൊക്കെ പറയും. നല്ല ഒത്തൊരുമയോടുകൂടെ കളിക്കുന്ന കളിക്കാർ, മെസ്സിക്ക് പിന്തുണ നൽകുന്ന കളിക്കാരൻ എന്നൊക്കെ പറഞ്ഞ് നാം കേട്ടിട്ടുണ്ട്. മികച്ച ലക്ഷ്യം വെച്ച് ഒരുമിച്ച് നിങ്ങൾ മുന്നേറണം. സാറയും അബ്രഹാം പോലെ ആ മമ്രയുടെ തോപ്പിലെ വിരുന്നു വൃക്ഷം അത് അടയാളപ്പെടുത്തുന്നുണ്ടെല്ലാം. ആ വിരുന്നു വൃക്ഷത്തെ മാതൃകയാക്കിക്കൊണ്ട് അങ്ങനെയൊരു തൈ, ആ വിരുന്നു വൃക്ഷത്തിൻ്റെ തൈ നിങ്ങളുടെ വീട്ടിൽ നട്ടുവളർത്തണം. മാത്രമല്ല, വിധേയത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ചില നാളുകൾക്ക് മുമ്പ് ഞാനൊരു നർമ്മം കേട്ടത്, ഒരു അടുക്കളയിൽ ഒരു സ്ത്രീ പാറ്റയുണ്ടല്ലോ, പാറ്റയെ കണ്ടപ്പോൾ അലമുറ, ചില സ്ത്രീകൾക്ക് പാറ്റകളെ ഭയങ്കര പേടിയാണ്. അപ്പോൾ പാറ്റയെ കണ്ടപ്പോൾ അലറി വിളിച്ച് കരഞ്ഞ് ഭർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. അപ്പോൾ ഭർത്താവ് നേരെ പാറ്റയുടെ അടുത്ത് ചെന്നു. പാറ്റയുടെ അടുത്ത് ചെന്നിട്ട് പാറ്റയോട് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ സാധിക്കുന്നു പാറ്റ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? മനസ്സിലായോ? പാറ്റയെ ഉള്ള പേടി പോലും ഭയം പോലും ആർക്കില്ല? ഭർത്താവിനെ ഇല്ലാത്ത സ്ത്രീകളുണ്ട്. ഉറപ്പിച്ച് ഞാൻ പറയാം, ജൻസിയോടും ഡേവിസിനോടും മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന കുടുംബസ്ഥരായവരോടെല്ലാം ഞാൻ പറയാം, കുടുംബജീവിതത്തിൻ്റെ മുൻ സീറ്റിൽ കയറി ഇരിക്കാൻ ശ്രമിക്കരുത്. എപ്പോഴും ഭർത്താവിന് താങ്ങായും തണലായും പ്രാർത്ഥനയോടുകൂടെ അവരോടൊപ്പം നിൽക്കുവാൻ നിങ്ങൾക്കാകണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അബ്രഹാമിനെ സംബന്ധിച്ച് അവിടെ നാം വായിക്കുന്നുണ്ട്, അബ്രഹാമിനോട് ദൈവത്തിൻ്റെ ദൂതന്മാർ ചോദിക്കുകയാണ്, വേർ ഈസ് സാറ യുവർ വൈഫ്? അതിൻ്റെ ഉത്തരം, ദേർ ഇൻ ദ ടെന്റ്, അവൾ കൂടാരത്തിൻ്റെ അകത്തുണ്ട്. 128 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയാണ്. ജോലിക്ക് പോകണ്ടെന്നോ വീടിന് പുറത്തിറങ്ങണ്ട എന്നോ അല്ല അർത്ഥമെന്ന് നമുക്കറിയാം. എന്നാൽ ഇരിക്കേണ്ട സ്ഥലത്ത് ദൈവവചനം അനുവദിക്കുന്നിടത്തോളം മാത്രം പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ സാമർഥ്യമുള്ള സ്ത്രീയും കുടുംബം ഇന്നലെ തലേ ദിവസം ഇന്നലെ സംസാരിച്ചപ്പോൾ പ്രിയ സക്കറിയ സഹോദരൻ പറയുകയുണ്ടായി, ജ്ഞാനമുള്ള ഒരു സ്ത്രീ വീട് പണിയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഐഡൻറ്റിറ്റി സൂക്ഷിക്കുന്ന, വിധേയത്വമുള്ള, ദൈവഭയമുള്ള, ദൈവമക്കൾക്ക് ആളുകൾക്ക് ആശ്വാസമാകുന്ന, വീടിൻ്റെ മുറ്റത്തൊരു വിരുന്നു വൃക്ഷം നട്ടുവളർത്തുന്ന, ദൈവജനത്തിനും ദൈവസഭയ്ക്കും പ്രിയപ്പെട്ടവർക്കും വേണ്ടി ആതിഥേയത്വത്തിൻ്റെ വാതിലുകൾ തുറന്നിടുന്ന ഒരു കുടുംബമായിട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഡേവിസ് ഇപ്പോൾ ഇരിക്കുന്നത് പോലെ മാത്രമല്ല, എന്നും ഈ സ്റ്റേജിന് പുറത്തും നിങ്ങളുടെ കുടുംബജീവിതം അനുവദിക്കുന്നിടത്തോളം നിന്റെ വലത്തുഭാഗത്ത് തന്നെ ഈ രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞ് എന്നും ഉണ്ടായിരിക്കണം. ഒരു കമ്മലോ മാലയോ മേടിച്ചിടണമെന്നല്ല ഉദ്ദേശിക്കുന്നത്, അതുപോലെ അവളെ കരുതണം. സാറയോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്മായേലിൻ്റെ ഒരു വലിയ വിഷയമുണ്ടായപ്പോൾ അബ്രഹാം ആകെ ചഞ്ചലചിത്തനായ സമയത്ത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? സാറ നിന്നോട് പറയുന്ന എല്ലാ വാക്കുകളും നീ കേട്ടുകൊള്ളുക, അവൾ പറയുന്ന കാര്യം നീ കേൾക്കുക. അവളെ കേൾക്കുവാനും അവളെ മനസ്സിലാക്കുവാനും അവളെ സ്നേഹിക്കുവാനും ഡേവിസിന് സാധിക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യയോട് കയ്പായിരിക്കരുത്. 128 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. മുന്തിരിവള്ളി വളരെ ശക്തിയും ഭംഗിയും മനോഹാരിതയും മധുരിമയും ഉള്ളതാണ്. പക്ഷേ മുന്തിരിവള്ളിക്കൊരു താങ്ങില്ലാതെ നിലനിൽക്കാനാവില്ല. മുന്തിരിവള്ളിക്കൊരു താങ്ങ് വേണം. മുന്തിരിവള്ളി വളരെ മനോഹരമായ ഒരു ഫലം ഉളവാക്കുന്നതാണ്. അതിന് മധുരമുണ്ട്.
അതിന് കാണാൻ ഭംഗിയുണ്ട്, സൗന്ദര്യമുണ്ട്. പക്ഷെ അത് അതുപോലെ നിൽക്കണമെങ്കിൽ അതിനൊരു താങ്ങ് വേണം എപ്പോഴും. ഇറ്റ്സ് യു. ഡേവിസ് തൊട്ടടുത്തിരിക്കുന്നത് ഡേവിസ്. ഇതുവരെ ഡേവിസിൻ്റെ ശരീരം എന്ന് വെച്ചാൽ ആ ഡേവിസിൻ്റെ തല മുതൽ പാദം വരെയുള്ള ഭാഗങ്ങൾ മാത്രമേ ഡേവിസിൻ്റെ ശരീരമായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ. എന്നാൽ ഭാര്യയെക്കുറിച്ച് പറയുന്നത്, ആരും തൻ്റെ സ്വന്തം ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ, അത് നിന്റെ സ്വന്തം ശരീരമാണ്. ഇറ്റ്സ് യു. തൊട്ടടുത്തിരിക്കുന്നത് മറ്റൊരാളല്ല, അത് നീ തന്നെയാണ്. അവളെ സ്നേഹിപ്പാനും ആ മുന്തിരിവള്ളിക്കൊരു താങ്ങായും ഒരു അനുഗ്രഹീത കുടുംബം മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ ഇച്ഛാശക്തിയും എല്ലാ കഴിവും നീ പ്രകടിപ്പിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, ഇനി ഞാൻ ആ വൃക്ഷത്തിൽ അധികം നേരം നിന്നാൽ, ഒരു വൃക്ഷത്തെക്കുറിച്ച് പറയാൻ ഇത്രയും സമയം എടുത്ത്, ഇനി അടുത്ത വൃക്ഷത്തെ പറഞ്ഞു തീരുമ്പോൾ സമയം കൂടുതലായി പോകുമോ എന്നാരും വിചാരപ്പെടേണ്ട. സമയത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. 10-20 മിനിറ്റ് വൈകിയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നതും. അതുകൊണ്ട് കൂടിയാൽ ഒരു 6-7 മിനിറ്റ് കൊണ്ട് ഞാൻ അടുത്ത വൃക്ഷം, മമ്രയുടെ തോപ്പിലെ വിരുന്ന് വൃക്ഷം, അതിൻ്റെ പ്രത്യേകതകൾ, ആ വിരുന്നൊരുങ്ങിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ പറയുകയുണ്ടായി. അതിനുശേഷം മറ്റൊരു വൃക്ഷത്തെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം തന്നെ, അബ്രഹാമിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു വൃക്ഷം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ, തിരുവചനമുള്ളവർ തുറന്നു നോക്കിക്കോളൂ. 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രഹാം ബേർഷേബയിൽ ഒരു പിജുല വൃക്ഷം നട്ടു, നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. അബ്രഹാം ബേർഷേബയിൽ ഒരു പിജുല വൃക്ഷം നട്ടു, അവിടെ വെച്ച് ആരാധന കഴിച്ചു. മമ്രയുടെ തോപ്പിലെ ഒരു വിരുന്നു വൃക്ഷം. ഒരു കുടുംബജീവിതത്തിൽ നാം വേരൂന്നി നട്ടുവളർത്തേണ്ട 2 വൃക്ഷത്തൈകളെ ഞാൻ കാണിക്കുകയാണ്. ഒന്ന്, മമ്രയുടെ തോപ്പിലെ വിരുന്നു വൃക്ഷം, അതിൻ്റെ പ്രത്യേകതകൾ ആ ഭാഗത്ത് നാം കാണുകയുണ്ടായി. 2, ബേർഷേബയിലെ പിജുല വൃക്ഷം. അബ്രഹാമിൻ്റെ ജീവിത പരിസരത്ത് നിന്ന് തന്നെ എടുത്ത 2 വൃക്ഷങ്ങളാണ്. ബേർഷേബയിലെ പിജുല വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? അബ്രഹാം ചെല്ലുന്നിടത്തൊക്കെ എന്തുണ്ട്? ഇന്നലെയും നാം അത് കേട്ടതാണ്. എവിടെ അബ്രഹാം ചെന്നോ ഒരു സ്ഥലത്ത് ഒഴിച്ച് അബ്രഹാം യാഗപീഠം പണിതിട്ടുണ്ട്. ആ യാഗപീഠം പണിയാതിരുന്നിടത്ത് അബ്രഹാമിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അബ്രഹാം ഒരു കൂടാരം അടിച്ചാൽ ആദ്യം ചെയ്യുന്നത് ഒരു യാഗപീഠം പണിയുക എന്നുള്ളതാണ്. അങ്ങനെ ബേർഷേബയിലെത്തി, സത്യത്തിൻ്റെ കിണർ എന്നറിയപ്പെടുന്ന അവിടെ ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉടമ്പടികളുണ്ട്. 22-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെ, അവർ ബേർഷേബയിൽ വെച്ച് ഉടമ്പടി ചെയ്തു. മൽക്കീസദേക്കിനെ കണ്ടുമുട്ടുന്ന സമയത്തും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ സത്യദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു എന്ന് അബ്രഹാം പറയുകയുണ്ടായി. അബ്രഹാമിൻ്റെ ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യം എന്താണെന്നറിയാമോ? അബ്രഹാമിൻ്റെ എല്ലാ ജീവിത സന്ദർഭങ്ങളിലും ദൈവമില്ലാത്ത ഒരു സമയവുമില്ല. എല്ലാ ഉടമ്പടികളിലും, എല്ലാ ഇടപാടുകളിലും, എല്ലാ സന്ദർഭങ്ങളിലും ദൈവം കാണാത്ത ഒരു മേഖലയുമില്ലെന്ന് മനസ്സിലാക്കിയ അനുഗ്രഹീത വ്യക്തിത്വമായിരുന്നു അബ്രഹാം. അത് നാം മനസ്സിലാക്കണം. ഇന്ന് ഉടമ്പടിയൊക്കെ ദുർബലപ്പെടുത്തുകയാണ് ആളുകൾ. പ്രത്യേകിച്ച് അമേരിക്കയിലും ഞാൻ പോയിട്ടില്ല, എങ്കിലും കേൾക്കുന്നത് അമേരിക്കയിലൊന്നും നമ്മുടെ ഇവിടുത്തെ അത്ര ഉടമ്പടിക്ക് ബലമില്ല എന്നാ. അമേരിക്കക്കാരങ്ങനെ ചെയ്തോട്ടെ, നാം തിരുവചനങ്ങൾ നെഞ്ചേറ്റുന്നവർ ഉടമ്പടിയെ ബലപ്പെടുത്തി മുമ്പോട്ട് പോകണം. ഉടമ്പടിക്കാണ് ബലം. ഇന്ന് നിങ്ങളിവിടെ ഒപ്പിട്ട് തന്ന ഒപ്പുണ്ടല്ലോ, ഇതാ എൻ്റെ ഒപ്പ്, ഹിയർ ഈസ് മൈ സിഗ്നേച്ചർ. ദൈവത്തിൻ്റെയും ദൈവസഭയുടെയും ദൈവദാസന്മാരുടെയും മുമ്പിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം പരസ്പരം തീരെഴുതി കൊടുത്തു, ആധാരങ്ങൾ കൈമാറിക്കഴിഞ്ഞു. അത് നിശ്ചയമാണ്. ഉടമ്പടി സൂക്ഷിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉടമ്പടി സൂക്ഷിക്കുവാൻ ആവശ്യമുണ്ട്. ഇവിടെ നാം വായിക്കുന്നത് അബ്രഹാം പ്ലാന്റഡ് എ ടമറിസ്ക് ട്രീ എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ഈ പിജുല വൃക്ഷം എന്ന് പറയുന്നത് മൃദുവായ തടിയുള്ള, അതുപോലെ തന്നെ തൂവൽ പോലെയുള്ള കൊമ്പുകളുള്ള, വസന്തകാലത്ത് വെള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു വൃക്ഷമാണ് പിജുല വൃക്ഷം. ശൗലിൻ്റെ ജീവിതത്തിലും ശമൂവേലിൻ്റെ ജീവിതത്തിലും പിന്നീട് പിജുല വൃക്ഷത്തെ നാം കാണുന്നുണ്ട്. ഈ വൃക്ഷം മൃദുവായ തടിയുള്ളതും, അതുപോലെ തന്നെ വസന്തകാലത്ത് വെളുത്ത പുഷ്പങ്ങൾ ഉണ്ടാകുന്നതും, തൂവൽ പോലുള്ള
ചെറുകൊമ്പുകൾ ഉള്ളതുമായിട്ടുള്ള വൃക്ഷമാണ്. ആ വൃക്ഷം അവർ നട്ടു, അവിടെ ആരാധിച്ചു എന്ന് പറയുമ്പോൾ ആരാധനയുടെ വൃക്ഷമായിട്ട് അതിരിക്കുന്നു. ആരാധന എന്ന് പറയുമ്പോൾ സഭായോഗങ്ങളെന്ന് ഞാൻ പൊതുവായിട്ട് പറയട്ടെ, സഭയോട് നിങ്ങൾ കൂറ് പുലർത്തണം. അമേരിക്കയിലാണെങ്കിൽ അവിടുത്തെ സഭയോട് നിങ്ങൾ കൂറ് പുലർത്തണം. ദൈവത്തെ ഇന്ന് തിരക്കുകൾ മുഖാന്തരം സഭായോഗങ്ങളൊക്കെ മുടങ്ങുന്നത് പതിവായിക്കൊണ്ടിരിക്കുന്നു. കഴിയുന്നിടത്തോളം സഭായോഗങ്ങളെ, പൗലോസിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിൽ എത്തേണ്ടതിന് ബന്ധപ്പെടുകയാൽ എഫെസോസ് വിട്ട് ഓടി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? പെന്തക്കോസ്ത് നാളിൽ യെരുശലേം ദേവാലയത്തിൽ എത്തുവാൻ അപ്പോസ്തലൻ കാണിച്ചൊരു വെമ്പൽ, ആരാധനാ സ്ഥലത്തെത്തുവാൻ, പള്ളിയിലെത്തുവാൻ, സഭായോഗത്തിനെത്തുവാനുള്ളൊരു വെമ്പൽ, ദൈവസഭയെ സ്നേഹിക്കുവാൻ കഴിയുന്നൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. അതിനെ സംബന്ധിച്ച് നാം വായിക്കുന്നത്, അതുകൊണ്ട് എപ്പോഴും ഈ പിജുല വൃക്ഷം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകണം. അമേരിക്കയിലൊക്കെ സ്വന്തം വീടുള്ളത് കൊണ്ട് ഈ ഒരു വൃക്ഷത്തൈ കിട്ടുകയാണെങ്കിൽ, പിജുല വൃക്ഷം എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ കിട്ടുകയാണെങ്കിൽ ഒരു തൈ മേടിച്ച് ഈ വിഷയത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് മുറ്റത്ത് നട്ടാലും കുഴപ്പമൊന്നുമില്ല. ജൻസിയുടെ അമ്മാച്ചനാണെങ്കിൽ അമേരിക്കയിൽ 1 ഏക്കർ സ്ഥലമുള്ള ആളാണ്. ഒരു പിജുല വൃക്ഷമൊക്കെ നടാനുള്ള സ്ഥലമുണ്ട്. നടണം, ഒരു ഓർമ്മയായിരിക്കണം. ഞാൻ ആരാധന മുടക്കില്ല, ഞാൻ ദൈവസഭയെ സ്നേഹിക്കും, മാതാപിതാക്കളെ സ്നേഹിക്കും, ദൈവദാസന്മാരെ സ്നേഹിക്കും, എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കും. ഒരു ആരാധനയായിരിക്കണം. അവിടെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നത് നിത്യ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആരാധന കഴിച്ചു എന്നാണ്. ആ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ആരെ ആരാധിച്ചു? ചിലർ പറയാറുണ്ട് ഞങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ. ആരെയാണ് ആരാധിക്കേണ്ടത്? ഇനിയുള്ള എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനത്തെ ഒരു 2-3 മിനിറ്റ് സുവിശേഷം പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്. ആരെയാണ് ആരാധിക്കേണ്ടത്? നിത്യദൈവമായ യഹോവയെ ആരാധിച്ചു. ആരെങ്കിലുമൊക്കെ ആരാധിച്ചാൽ ആരാധനയാവുകയില്ല. ആരാധന എന്ന് പറയുന്നത് നിത്യദൈവത്തിന് അർഹതപ്പെട്ടതാണ്. ഇന്ന് ചിലർ പറയാറുണ്ട്, ചിലരല്ല എപ്പോഴും കേൾക്കണത്, അവരുടെ ഫാന് ഇവരുടെ ഫാനാണ്, അവൻ്റെ ആരാധകനാണ് ഇവൻ്റെ ആരാധകനാണ്. മനുഷ്യരെയും ഫുട്ബോൾ താരങ്ങളെയും ക്രിക്കറ്റ് കളിക്കാരെയും എന്തെങ്കിലുമൊക്കെ ഒന്ന് മികച്ച് ചെയ്ത് അവരെയൊക്കെ ആരാധിക്കുകയാണ് ആളുകൾ. ഒരു തമിഴ് സിനിമാ നടനെ ആരാധിച്ച് ഒരു വലിയ കട്ടൗട്ടർ ഉണ്ടാക്കുക, അതിൻ്റെ മുകളിൽ കയറി ഈ വടക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് നാൾ മുമ്പ് ഒരു ചെറുപ്പക്കാരൻ അതിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു. ഫാൻസായിരുന്നു അത്രേ. ആരാധിക്കേണ്ടത് ആരെയാണ്? സത്യദൈവമായ യഹോവയെ ആരാധിക്കണം. ആരാണ് സത്യദൈവം? പാപങ്ങളെ മോചിക്കാൻ സാധിക്കുന്ന സത്യദൈവം ആരാണ്? മനുഷ്യന് സമാധാനം നൽകുവാൻ കഴിയുന്ന സത്യദൈവം ആരാണ്? നിങ്ങളോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിങ്ങളെ വഴി നടത്തുവാൻ സാധിക്കുന്ന സത്യദൈവം ആരാണ്? സത്യദൈവം, ഏക സത്യദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരു പക്ഷവാതക്കാരനെ കട്ടിലോടുകൂടി അവിടെ ഇറക്കി വെച്ചു. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ഇവൻ്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഇവൻ എങ്ങനെയാണ് പാപങ്ങളെ മോചിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ ആർക്കാണ് പാപങ്ങളെ മോചിക്കാൻ സാധിക്കുക? അവർ പറഞ്ഞത് ശരിയാണ്, നിത്യദൈവമായ ദൈവത്തിന് മാത്രമേ പാപങ്ങളെ മോചിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു മോചിച്ചല്ലോ. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു പാപങ്ങളെ മോചിച്ചത്? യേശുക്രിസ്തു പാപങ്ങളെ മോചിച്ചു. എന്തുകൊണ്ട്? യേശുക്രിസ്തുവാണ് ഏക സത്യദൈവം, നിത്യദൈവം. യെശയ്യാ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, പ്രിൻസ് ഓഫ് പീസ്. സമാധാന പ്രഭു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. AC റൂമുകളിലെ ചപ്രമഞ്ചക്കട്ടിലുകളിൽ, ഇറ്റാലിയൻ മാർബിൾ പതിച്ച തറകളുള്ള വീടുകളിൽ, ലക്ഷറി ആഡംബര കാറുകൾ കാർപോർച്ചിൽ കിടക്കുന്ന വീടുകളിൽ സമാധാനമില്ലാതെ മനുഷ്യൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്, നമുക്കറിയാം. എന്നാൽ മനുഷ്യന് സമാധാനം നൽകുവാൻ സാധിക്കുന്ന, മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ സാധിക്കുന്ന ഏക സത്യദൈവം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുക്രിസ്തുവാണ് നിത്യദൈവം. ആ ദൈവത്തെ കണ്ടെത്തുവാൻ
കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായി യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏതു മനുഷ്യനും പാപമോചനം ലഭിക്കുമെന്നുള്ളൊരു സദ്വാർത്തയും കൂടെ അതിന് സാധിക്കാത്തവരോട് ഈ വിവാഹ നിശ്ചയ സുദിനത്തിൽ ഞാൻ പറയുകയാണ്. എല്ലാവർക്കും അതിനവസരമുണ്ട്. ജാതി മതം ഭേദമന്യേ, വർഗവർണ്ണ ഭേദമന്യേ എല്ലാവർക്കും അതിനവസരമുണ്ട്. അതുകൊണ്ട് പ്രിയ ജെൻസിയും ഡേവിസും മമ്രയുടെ തോപ്പിലെ വിരുന്നു വൃക്ഷത്തെയും ബേർഷേബയിലെ പിജുല വൃക്ഷത്തെയും മാതൃകയാക്കിക്കൊണ്ട് ദൈവത്തിനും ദൈവജനത്തിനും ഒരാശ്വാസമായി സത്യദൈവത്തെ ആരാധിച്ച് അനുഗ്രഹീത കുടുംബജീവിതം കൈചേർത്ത് പിടിച്ച് ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും താളിക്കോട് ഇമ്മാനുവേൽ ബ്രദറൻ സഭയുടെ എല്ലാ ആശംസകളും നിങ്ങളോട് അറിയിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.